എന്തുകൊണ്ടാണ് കേരളത്തിലെ ബാക്കിയുള്ള സ്ഥലങ്ങളില്ലാത്ത ചൂട് ഈ പാലക്കാടും ഈ പുനലൂരും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ആര്യങ്കാവ് ചുരത്തിന്റെ ഒരു സാന്നിധ്യമാണ് പുനലൂർ ഭാഗത്ത് അല്ലെങ്കിൽ കൊട്ടാരക്കര ഭാഗത്തേക്കൊക്കെ അധികമായിട്ടുള്ള ചൂട് തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണതരംഗം എത്താനുള്ള റീസൺ. എന്താണ് ആഫ്രിക്കയിൽ ചൂട് കൂടാൻ കാരണം? ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിന്റെ ഒരു സ്ഥാനമാണ് അവിടെ കൂടാനുള്ള കാരണം. അപ്പം ഇങ്ങനെ നമ്മൾ ഉയർന്ന പ്രദേശത്തിലേക്ക് കയറുമ്പോൾ സൂര്യനിലേക്ക് അടുക്കുന്നെങ്കിൽ തന്നെ നമുക്ക് ചൂട് കുറയുന്നു. സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ പോലെ തോന്നുന്ന ഒരു കാര്യം അതല്ലേ. കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ കിടന്ന കുറേ അധികം ജോഗ്രഫിക്കൽ സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ നമ്മളിന്ന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി പോവാണ്. എൻട്രിയുടെ ജോഗ്രഫി അധ്യാപകനെ കൈ കിട്ടിയിട്ടുണ്ട്. അതിനാണ് അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത്. അപ്പോൾ സിമ്പിൾ ചോദ്യങ്ങളാണ്, 10 ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അത് എൻ്റെ മാത്രം സംശയമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ സംശയമായിരിക്കാം, എല്ലാവർക്കും തോന്നിയിട്ടുള്ള സംശയമായിരിക്കാം. അപ്പോൾ അത് സാധാരണ ഇതിൽ പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് സംശയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംശയങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറയണം. തീർച്ചയായിട്ടും അറിയാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ചോദ്യം പറയട്ടെ. കേരളം കാലാവസ്ഥ കൊണ്ട് വളരെയധികം ദൈവം അനുഗ്രഹിച്ച എന്നൊരു നാടാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. യെസ്. അപ്പോൾ ഈ കേരളത്തിൽ അത്യാവശ്യം മഴയും ചൂടുമൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ 2 സ്ഥലം എടുക്കുകയാണെങ്കിൽ, ഒന്ന് പാലക്കാട് ജില്ല, 2 പുനലൂർ എന്ന പ്രദേശം. ഈ 2 പ്രദേശങ്ങളിലും ചൂട് വരുമ്പോൾ അസഹനീയമായ ചൂടാണ്, നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ബാക്കിയുള്ള സ്ഥലങ്ങളില്ലാത്ത ചൂട് ഈ പാലക്കാടും ഈ പുനലൂരും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ കിഴക്ക് വശത്തുള്ള പ്രധാനപ്പെട്ട ഒരു ബാരിയർ, ഒരു പർവ്വതനിരയുണ്ട്. ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിൽ മാത്രമല്ല, ഗുജറാത്തിൽ നിന്ന് കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പർവ്വതനിരയാണ് അല്ലേ. അതിൽ പാലക്കാട് എത്തുമ്പോൾ ആ പർവ്വതനിരയ്ക്ക് ഒരു വിടവ് ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 30-40 കിലോമീറ്റർ വീതിയിൽ ഒരു വിടവ് അല്ലെങ്കിൽ ഉയരം കുറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ഇത് കാരണമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണതരംഗം പാലക്കാട് ഭാഗത്തേക്ക് എത്തുന്നത്, അവിടെ ചൂട് കൂടുന്നത്. രണ്ടാമത്തെ ചോദിച്ച സ്ഥലം പുനലൂർ അല്ലേ. ഇതേപോലെ തന്നെ ഒരു ചുരം ഉണ്ട്, പറയാവോ ഏതാന്ന്? ആര്യങ്കാവ് ചുരം. ഈ ആര്യങ്കാവ് ചുരത്തിന്റെ ഒരു സാന്നിധ്യമാണ് പുനലൂർ ഭാഗത്ത് അല്ലെങ്കിൽ കൊട്ടാരക്കര ഭാഗത്തേക്കൊക്കെ അധികമായിട്ടുള്ള ചൂട് തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണതരംഗം എത്താനുള്ള റീസൺ. അപ്പൊ ഈ ഉഷ്ണതരംഗം വരുന്നതുകൊണ്ടാണ് ഈ ചൂട് തരംഗങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്നതുകൊണ്ട് നമുക്ക് ചൂട് കൂടുന്നത്, ഈ ഭാഗത്ത് ചൂട് കൂടുന്നത്. സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം ചൂടുമായിട്ട് ബന്ധപ്പെട്ട് സാർ ഈ പശ്ചിമഘട്ടവും പറഞ്ഞതുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്, അപ്പുറം ഇപ്പുറം കിടക്കുന്നതാണ്. കേരളത്തിൽ അത്യാവശ്യം കാലവർഷത്തൊക്കെ നല്ല മഴ വരുന്നു, എല്ലാം സെറ്റാണ്. പക്ഷെ ഈ കാലവർഷവും മഴയൊന്നും എവിടേക്ക് വരുന്നില്ല, തമിഴ്നാട്ടിലേക്ക് വരുന്നില്ല. എന്താണ് അതിന്റെ റീസൺ? നമുക്കറിയാം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൺസൂൺ കാലം എന്ന് പറയുന്നത്. അറിയാം അതിന്റെ പേര്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ എന്ത് വിളിക്കും? ഇടവപ്പാതി കാലവർഷം. ഇതിന്റെ ദിശയാണ് പ്രധാനമായിട്ടും ഈ കാറ്റ് വീശുന്ന ദിശയും അല്ലെങ്കിൽ ആ കാറ്റ് ചെന്ന് ഇടിക്കുന്ന സ്ഥലവും പർവ്വതവുമാണ് നമ്മുടെ ഒരു മഴയുടെ പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. അറബിക്കടലിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന ഈ കാറ്റ് പശ്ചിമഘട്ടത്താൽ തടയപ്പെടും. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്കുള്ള കേരളത്തിൽ ഈ കാറ്റ് തടഞ്ഞ് നിർത്തപ്പെടുകയും അതുപോലെ തന്നെ അതിനകത്തുള്ള ഈർപ്പം തണുത്ത് മഴയായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്ക്, ഈ പശ്ചിമഘട്ടത്തിന്റെ മറുഭാഗത്തേക്ക് ഈ കാറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക്, വീശി ഇറങ്ങുമ്പോഴത്തേക്ക് അത് ഈർപ്പം നഷ്ടപ്പെട്ട വരണ്ട കാറ്റുകളായിട്ടാണ് തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ മറുഭാഗം അറിയാമല്ലോ, അല്ലെങ്കിൽ അറബിക്കടലിന് പ്രതിമുഖമായി നിൽക്കുന്ന സ്ഥലം അറിയാമല്ലോ, തമിഴ്നാടാണ്. അങ്ങോട്ടേക്ക് ഈർപ്പം നഷ്ടപ്പെട്ട വരണ്ട കാറ്റുകളായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ മഴ കുറയുന്നത്. ഉത്തരം ക്ലിയർ ആണ്. ഇനി ഞാൻ ഇന്ത്യ വിട്ട് പുറത്തേക്കൊന്ന് പോവാം. ലോകത്തിലേക്ക് പോകും. ഭൂഖണ്ഡങ്ങളിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം അത്യാവശ്യം നല്ല ചൂട് കൂടിയൊരു ഭൂഖണ്ഡമാണ്. ഈ പറഞ്ഞ റീസൺ തന്നെയാണോ അവിടെ ആഫ്രിക്കയിൽ ഈ പശ്ചിമഘട്ടം പോലെ സാന്നിധ്യമാണോ? എന്താണ് ആഫ്രിക്കയിൽ ചൂട് കൂടാൻ കാരണം? ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ചൂട് കൂടാനുള്ള റീസൺ, ആഫ്രിക്ക നമുക്കറിയാം സഹാറ മരുഭൂമി ഉൾപ്പെടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമികളൊക്കെ ഉള്ള ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിന്റെ ഒരു സ്ഥാനമാണ് അവിടെ കൂടാനുള്ള കാരണം. ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായിട്ട് അതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലാണ്. അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടും തെക്കോട്ടും ഉത്തരായന രേഖ തൊട്ട് ദക്ഷിണായന രേഖ വരെയുള്ള ഉഷ്ണമേഖലയിലാണ് ആഫ്രിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളുള്ളത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ടാണ് പതിക്കുന്നത്. നേർരേഖയിലുള്ള പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അത് കൂടുതൽ സൗരോർജ്ജത്തെ അബ്സോർബ് ചെയ്യുകയും ആ പ്രദേശങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ആഫ്രിക്കയുടെ ചൂടിന്റെ കാരണം. ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഉഷ്ണമേഖലാ പ്രദേശം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് ചോദിക്കുകയാണ്. ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പൊതുവെ നമ്മൾ മരുഭൂമികൾ കാണുന്നത്. മരുഭൂമികളൊക്കെ നമ്മളിപ്പോൾ ഏത് മരുഭൂമി എടുത്താലും അതെല്ലാം ഉഷ്ണമേഖലയുടെ ആ ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്ത്
ഈ മരുഭൂമികൾ വരാൻ എന്താ കാരണം? അതിന്റെ റീസൺ ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഉഷ്ണമേഖലയിലെ ചില ഭൂഖണ്ഡങ്ങൾ എടുത്ത് ഒന്ന് ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറേബ്യൻ മരുഭൂമി വരുന്നുണ്ട്. അതുപോലെ സൗത്ത് അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറ്റകാമ മരുഭൂമി വരുന്നുണ്ട്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സഹാറ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വരുന്നുണ്ട്. ഈ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മരുഭൂമികൾ ഉണ്ടാകാനുള്ള റീസൺസിൽ ഒന്ന് വാണിജ്യവാദങ്ങളുടെ ഒരു സാന്നിധ്യമാണ്. ഉഷ്ണമേഖലയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ വാണിജ്യവാദം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാലോ, ട്രേഡ് മീൻസ്. അപ്പൊ ഇത് പല പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത് ഒരു ഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ഈ കാറ്റ് എത്തുമ്പോൾ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. അപ്പൊ ആദ്യം കിഴക്ക് ഭാഗത്ത് എത്തുന്നത്, ഈ കിഴക്ക് ഭാഗത്ത് അതിനകത്തുള്ള ഈർപ്പമൊക്കെ ഘനീഭവിക്കപ്പെട്ട് മഴ ലഭിക്കും. എന്നാൽ പോകെ പോകെ അത് പടിഞ്ഞാറേക്ക് എത്തുമ്പോൾ, ഈ കാറ്റ് പടിഞ്ഞാറേക്ക് എത്തുമ്പോൾ അത് വരണ്ട കാറ്റായി മാറും. അതുകൊണ്ടാണ് ഈ ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറ് വശം എത്തുമ്പോൾ മരുഭൂമികൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ റീസൺ സമുദ്രജല പ്രവാഹങ്ങളുടെ സാന്നിധ്യമാണ്. ശീതജല പ്രവാഹങ്ങൾ കടന്നു പോകുന്ന, പ്രത്യേകിച്ച് ആഫ്രിക്ക പോലെയുള്ള ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് ശീതജല പ്രവാഹങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് അവിടെ മരുഭൂമി ഉണ്ടാകാനുള്ള കാരണമായിട്ട് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണം, ഈ പെറു എന്നറിയപ്പെടുന്ന ഒരു ശീതജല പ്രവാഹത്തിന്റെ സാന്നിധ്യമാണ് അറ്റക്കാമ മരുഭൂമി ഉണ്ടാകാനുള്ള കാരണം. കാനറി എന്നറിയപ്പെടുന്ന ഒരു ശീതജല പ്രവാഹത്തിന്റെ സാന്നിധ്യമാണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയുടെ മരുവൽക്കരണത്തിന് കാരണം. ഓക്കെ, ഫൈൻ, അവിടെ ക്ലിയർ ആണ്. ഇനി ഞാൻ തിരിച്ച് തുടക്കത്തിൽ ഒരു സംഭവത്തിലേക്ക് പോകാം. നമ്മൾ ചൂടിലാണ് തുടങ്ങിയത്, അപ്പൊ ചൂടിലേക്ക് ഒന്ന് പോവാണ്. അതായത് നമ്മൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറുന്ന സമയത്ത്, നമ്മൾ താഴ്ന്ന പ്രദേശത്തു നിന്ന് ഉയർന്ന പ്രദേശത്തേക്ക് കയറുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സൂര്യനിലേക്ക് അടുക്കുവാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ അടുക്കുന്ന സമയത്ത് പക്ഷെ നമുക്ക് ചൂട് കുറയുകയാണ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ചൂട് നമുക്ക് സാധാരണ കുറയാണ്, ഉയർന്ന പ്രദേശത്തേക്ക് നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇങ്ങനെ ചൂട് കുറയാൻ എന്താ കാരണം നമ്മൾ സൂര്യനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ ഉയർന്ന പ്രദേശത്തിലേക്ക് കയറുമ്പോൾ സൂര്യനിലേക്ക് അടുക്കുന്നെങ്കിൽ തന്നെ നമുക്ക് ചൂട് കുറയുന്നു. സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ പോലെ തോന്നുന്ന ഒരു കാര്യം അതല്ലേ. ഉയരത്തിലേക്ക് പോകുന്തോറും സൂര്യനുമായിട്ടുള്ള അടുപ്പം കൂടും, പക്ഷെ ചൂട് കുറയും. അതിന്റെ റീസൺ നമ്മൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷ ഭാഗം, ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഭാഗമുണ്ട്, ഏറ്റവും താഴ്ന്ന തലം. അതിന്റെ ഒരു പ്രത്യേകത തന്നെയാണിത്. ഈ ട്രോപ്പോസ്ഫിയറിലെ ഉയരത്തിനനുസരിച്ച് ചൂട് കുറയുന്ന ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന, ക്രമമായ താപനഷ്ട നിരക്ക് എന്നതിനെ വിളിക്കുന്നത്. അതിൻ്റെ ഒരു നിരക്കുമുണ്ട്. ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഉയരത്തിലേക്ക് പോകുന്ന താപനില കുറയുന്നുണ്ട്. ഇതിന്റെ റീസൺ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, സൂര്യനാണ് ഭൂമിയുടെ പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്. സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത് സൗരവികിരണങ്ങളുടെ രൂപത്തിലാണ്. ഈ ട്രോപ്പോസ്ഫിയറിൽ എത്തുമ്പോൾ ഈ സൗരവികിരണങ്ങൾ ട്രോപ്പോസ്ഫിയറിലുള്ള വാതകങ്ങളെക്കാൾ കൂടുതൽ ഈ സൗരവികിരണം ആഗിരണം ചെയ്തത് ഭൂമിയുടെ ഉപരിതലമാണ്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലമാണ് അന്തരീക്ഷത്തെക്കാൾ ഉപരിയായിട്ട് സൗരവികിരണങ്ങളെ കൂടുതൽ ആഗിരണം ചെയ്യുന്നത്. ശേഷം ഭൂമിയുടെ ഉപരിതലം ഈ ചൂട് പുറന്തള്ളും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഈ ചൂട് ആദ്യം ഭൂമിയുടെ ഉപരിതലത്തിനടുത്തുള്ള വാതകങ്ങൾ, പ്രത്യേകിച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആഗിരണം ചെയ്യും. അതൊക്കെ മുകളിലോട്ട് പോകുന്നവരും ഈ ആഗിരണത്തിന്റെ തോതും കുറയും, അവിടെയുള്ള വാതകങ്ങളുടെ അളവും കുറയും. അതുകൊണ്ട് ആ താഴെ നിൽക്കുന്ന ഒരാൾക്ക് കൂടുതൽ ചൂടും മുകളിലേക്ക് പോകുന്ന ഒരാൾക്ക് ചൂട് കുറയുന്നതുമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, ഈ ഉയരത്തിലേക്ക് പോയതുകൊണ്ട് ഞാൻ വേറൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ശ്വാസം കിട്ടാതെ വരുന്നു, നമ്മൾ ഛർദ്ദിക്കുന്നു, തല കറങ്ങുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു. എന്തുകൊണ്ടാണ് ഉയർന്ന പ്രദേശത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഈ താപനിലയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഉയരത്തിലേക്ക് പോകും തോറും താപനില കുറയുന്നത് പോലെ തന്നെ മർദ്ദവും കുറയുന്നുണ്ട്, എയർ പ്രഷർ കുറയുന്നുണ്ട്. ഇനി അതിന്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് അതിന്റെ കാരണം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് നമ്മളൊരു എന്തെങ്കിലും ഒരു വസ്തു മുകളിലേക്ക് എറിഞ്ഞാൽ അത് എങ്ങോട്ടാ വീഴുന്നത്? താഴേക്കാ. ഇതേപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷവും ഭൂമിയുടെ, പ്രത്യേകിച്ച് അന്തരീക്ഷത്തിലെ ഭാരമുള്ള വായു പ്രദേശങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ വായു ഒക്കെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്ന് അട്രാക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുക. അതുകൊണ്ട് തന്നെ ഉപരിതലത്തിന് മുകളിലോട്ട് പോകുന്നതോറും ഈ ഗ്രാവിറ്റി മുകളിലോട്ട് കുറയുന്നതനുസരിച്ച് ഈ പറഞ്ഞ വാതകങ്ങളുടെ സാന്നിധ്യം മുകളിൽ കുറയും. ഗ്രാവിറ്റിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ. ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് കൂടുതൽ വാതകങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ ചേർന്ന് കാണപ്പെടുന്നു. ഹൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ പര്യാപ്തമാകാത്ത വിധത്തിലുള്ള വാതകങ്ങളുടെ സാന്നിധ്യം അവിടെ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വാതകം അവിടെ കിട്ടത്തില്ല ഹൈറ്റ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഓക്കെ, ഉയരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഇലവീഴ പൂഞ്ചിറയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ സിനിമേൻ്റെ ഉണ്ടല്ലോ. അപ്പൊ ഇലവീഴ പൂഞ്ചിറ സിനിമയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതിനകത്തൊരു സീനുണ്ട്. അതായത് ഉയരത്തിൽ നിൽക്കുന്ന അവിടെ ഇടിമിന്നൽ, പെട്ടെന്ന് ഇടിമിന്നൽ വരുന്നു, പയ്യൻ മരിക്കുന്ന അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ തുറസായ സ്ഥലത്ത് ഇടിമിന്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ തുറസായ സ്ഥലത്ത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കഴിവതും ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളോട് വീട്ടുകാരെ പറയാറുണ്ട് വീടിനകത്ത് കയറി ഇരിക്കണം. ആ സിനിമയ്ക്കകത്ത് അവർ കാണിക്കുന്നുണ്ട് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അവർ റൂമിൽ കയറി ജനൽ ഉൾപ്പെടെ ക്ലോസ് ചെയ്യാറുണ്ട്. അത് കാണുന്നുണ്ടല്ലേ. അതിന്റെ ഒരു കാരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇടിമിന്നൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പെട്ടെന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെട്ട് നീരാവി അന്തരീക്ഷത്തിൽ എത്തപ്പെടുന്നുണ്ടല്ലോ. ഈ നീരാവി ഘനീഭവിക്കാൻ തുടങ്ങുന്നതോടുകൂടിയാണ്, അതായത് തണുക്കാൻ തുടങ്ങുന്നതോടുകൂടിയാണ് മേഘങ്ങളുടെ രൂപീകരണം നടക്കുന്നത്. അപ്പോൾ ഒരു മേഘരൂപീകരണത്തിനകത്ത്, അല്ലെങ്കിൽ മേഘരൂപീകരണം നടക്കുമ്പോൾ അതിനകത്ത് നീരാവിയുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ചെറിയ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത വലുപ്പത്തിൽ. ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് മൂവിങ് ആണ്. അതിന്റെ ഫലമായിട്ട്
പോസിറ്റീവ് ചാർജുള്ള പാർട്ടികളും നെഗറ്റീവ് ചാർജുള്ള പാർട്ടികളും ഒരു മേഘങ്ങളിൽ ഉണ്ടാവും. പോസിറ്റീവ് ചാർജുള്ള പാർട്ടികൾ മേഘങ്ങളുടെ മുകൾ ഭാഗത്തും ഭാരം കൂടിയ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് മേഘങ്ങളുടെ താഴെയും വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. ഈ നെഗറ്റീവ് പാർട്ടിക്കിൾസ് പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഭൂമിയുടെ ഉപരിതലം സർഫസ്, ഒരു മരത്തിന്റെ മുകൾ വശം, ഒരു കെട്ടിടത്തിന്റെ മുകൾ വശം ഒക്കെ പോസിറ്റീവ് ചാർജിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഘങ്ങളിൽ നിന്ന് ഈ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഥലത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ മിന്നൽ കാണുന്നത്. അത് അന്തരീക്ഷത്തിലൂടെ ശക്തമായിട്ട് കടന്ന് ആ ഒരു ഇലക്ട്രിസിറ്റി, ആ ഒരു ഇലക്ട്രിക് ചാർജ് കടന്നു വരുമ്പോൾ അന്തരീക്ഷം ചൂടാകുന്നതാണ് നമ്മൾ കേൾക്കുന്ന ഇടിമുഴക്കം അല്ലെ. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജുള്ള തുറസായ സ്ഥലങ്ങൾ, മരങ്ങളുടെ മുകൾ വശം അല്ലെങ്കിൽ അതിന്റെ താഴ്വശം, ഗ്രൗണ്ടിൽ പോയി നിൽക്കുക, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുക, ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുക, ഇതെല്ലാം കൂടുതൽ ഇലക്ട്രിക് ചാർജ് നമ്മളിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അങ്ങനെ നമുക്ക് ഇടിമിന്നലേൽക്കും, മരിക്കാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവലപ്പിനകത്ത്, ഒരു വീടിനകത്ത്, ഒരു കാറിനകത്തൊക്കെ കുറച്ചും കൂടെ നമ്മൾ ഇടിമിന്നലിൽ നിന്ന് സേഫ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ. ഇടിമിന്നൽ പറയുമ്പോൾ മഴയും ചേർത്ത് പറയണല്ലോ. പണ്ട് നമ്മൾ മഴ ഉണ്ടാകുന്നത് എങ്ങനെ, ചറപറ ഡുണ്ടും എന്നൊക്കെ നമ്മൾ തമാശകൾ കേട്ടിട്ടുണ്ട്. മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ മേഘങ്ങൾക്കകത്തുള്ള നീരാവി ഘനീഭവിക്കുമ്പോൾ അത് ജലത്തുള്ളികളും ഐസ് ക്രിസ്റ്റൽസുമായി മാറും. ഇത് ഘനീഭവിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മേഘങ്ങൾക്കകത്തുള്ള പൊടിപടലങ്ങളാണ്, അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളാണ്. അവയെ കേന്ദ്രീകരിച്ച് ഇത് തണുത്ത് ഈ നീരാവി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വേപ്പർ ഫോം ആണല്ലോ, അത് ജലത്തുള്ളികളായിട്ട് മാറും. ഇത് മറ്റ് ജലത്തുള്ളികൾ ഇതിനോട് കൂടി കൂടുന്നതനുസരിച്ച് ഇതിന് ഭാരം കൂടും. ഭാരം കൂടുന്ന വസ്തുക്കൾക്ക് മുകളിൽ നിൽക്കാൻ പറ്റത്തില്ല, അത് മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ഇതിനെയാണ് നമ്മൾ വർഷണം, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അത് മഴയായിട്ടും മഞ്ഞായിട്ടും ആലിപ്പഴമായിട്ടും ഒക്കെ ഭൂമിയിലേക്ക് വീഴുകയാണ്. അപ്പൊ അതിനകത്ത് ഭൂമിയിൽ അത് വന്ന് വീണ് കടലിൽ വന്ന് വീണം. എന്റെ ചോദ്യം അത് കടലിലേക്ക് പോവാണ്. നമ്മൾ കടലിലേക്ക് പോകുന്ന സമയത്ത് കടലിൽ ചില വലിയ വലിയ ഗർത്തങ്ങൾ കാണാറ്. ഇപ്പൊ നമ്മൾ മരിയാന ട്രെഞ്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ കടലിൽ ഈ ഇത്രയും വലിയ ഗർത്തങ്ങൾ, ഈ വലിയ കുഴികൾ, ഇത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഇതിന്റെ റീസൺ എന്താണ്? കടലിന്റെ ഒരു അടിത്തട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം ഫലകങ്ങൾ കൂടിച്ചേർന്ന അതിരുകൾ കടലിന്റെ അടിത്തട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഹിമാലയം ഉണ്ടായത് ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിയിടിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നില്ല. അതേപോലെ ധാരാളം ഫലകങ്ങൾ കൂടി ചേർന്ന അതിരുകൾ കടലിന്റെ അടിത്തട്ടിലുണ്ട്. ഈ ഫലകങ്ങൾ ശക്തമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ ഒരു ഫലകം, പ്രത്യേകിച്ച് സാന്ദ്രത കൂടിയ ഫലകം, സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന് അടിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. ഈ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേര് നിമഞ്ജന മേഖല, സബ്ഡക്ഷൻ സോൺസ്. കടലിനടിയിൽ എവിടെയൊക്കെ നിമഞ്ജന മേഖലകൾ ഉണ്ടാവുന്നോ അവിടെ എല്ലാം ഗർത്തങ്ങൾ ഉണ്ടാവും. ഇവയാണ് നമ്മൾ ട്രെഞ്ചസ് അല്ലെങ്കിൽ ഡീപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും സംശയങ്ങൾ ഓക്കെയാണ്. ഇനി അറ്റ് ലാസ്റ്റ് എന്റെ ക്വസ്റ്റ്യൻ, കുറെ നാളായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ച ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഫ്ലൈറ്റും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ഭൂമി കറങ്ങുകയാണല്ലോ, അപ്പം ഫ്ലൈറ്റ് അവിടെ തന്നെ നിന്നാൽ പോരാ, ഇപ്പൊ കറങ്ങി അടുത്ത സ്ഥലം ഗൾഫ് എത്തുമ്പോ ആ ലാൻഡ് ചെയ്താൽ മതി. ഇന്ത്യയിൽ നിന്ന് മുകളിലോട്ട് ലാൻഡ് ചെയ്താൽ പോരെ? ഫ്ലൈറ്റിന് പറക്കേണ്ട ആവശ്യമില്ലല്ലോ, ഭൂമി ഓൾറെഡി കറങ്ങുമല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതെ? ഇത് വീടിനടുത്തുള്ള ഒരു കൊച്ചുകുട്ടി അടുത്ത് അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. എവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടാറുണ്ട്. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഭൂമി കറങ്ങുന്നതിനൊപ്പം തന്നെ ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷം ഉണ്ടല്ലോ, അന്തരീക്ഷവും അതേ വേഗതയിൽ കറങ്ങുന്നുണ്ട്, ഭൂമിയോടൊപ്പം കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയി നിൽക്കുന്ന ഒരു വസ്തുവിന് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഭൂമിക്കൊപ്പം, നമ്മളോട് വെറുതെ നിൽക്കുവാണെന്ന് തോന്നിയാലും നമ്മൾ ഭൂമിക്കൊപ്പം കറങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉയർന്ന് പൊങ്ങി നിൽക്കുമ്പോൾ ഭൂമി കറങ്ങുന്നതിനൊപ്പം തന്നെ നമ്മളവിടെ വെറുതെ നിൽക്കുവാണെന്ന് തോന്നുവാണെങ്കിലും നമ്മളും കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗത കൈവരിച്ച് മറ്റൊരു സ്പീഡിൽ നമ്മൾ പറന്നേ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഒരിടത്തേക്കും പോകാനായിട്ട് സാധിക്കില്ല. നമ്മളെപ്പോൾ ഉയർന്ന് പൊങ്ങി നിന്ന് 24 മണിക്കൂർ കഴിഞ്ഞ് താഴുന്നത് സെയിം ഇന്ത്യയിൽ നിന്ന് ഉയർന്ന് മുകളിലോട്ട് നിൽക്കുന്നു, 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ വന്ന് വീഴത്തുള്ളൂ. ഒരു വേഗത കൈവരിച്ച് ഒരു പ്രത്യേക സ്പീഡിൽ നമ്മൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ, അന്തരീക്ഷത്തോട് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ അന്തരീക്ഷത്തിന് മുകളിലേക്ക് പോയി നിൽക്കുവാണെങ്കിൽ സഭി പറഞ്ഞ കാര്യം ചിലപ്പോൾ നടക്കുമായിരിക്കും. നമ്മൾ അന്തരീക്ഷത്തെ നമ്മുടെ ബഹിരാകാശത്തേക്ക് നമ്മൾ പോയി നിൽക്കുവാണെങ്കിൽ ഭൂമി കറങ്ങി വരും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയും അതിനുശേഷം അമേരിക്കയൊക്കെ കറങ്ങി വരുന്നത് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അമേരിക്ക വരുമ്പോൾ നമുക്ക് താഴോട്ട് വന്ന് ലാൻഡ് ചെയ്യാം. പക്ഷെ അത് അത്ര ഫീസിബിൾ അല്ല, എളുപ്പമാണോ? അല്ല. ഒരു റോക്കറ്റ് ഉപയോഗിച്ച് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടും അതിന്റെ പിന്നിലുള്ള പണച്ചെലവും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതെ, ഓക്കെ. അപ്പോൾ അത്യാവശ്യം 10 സംശയങ്ങൾ എനിക്ക് തീർന്നു. ഇനി സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും എനിക്ക് വളരെ സന്തോഷകരമായി തോന്നിയ ഒരു സെഷനാണ്. എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളും കുറെ സംശയങ്ങൾ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇതൊരു ഫസ്റ്റ് എപ്പിസോഡാണ്. സോ ഇതുപോലെ ഇനിയും ഭൂമിശാസ്ത്രപരമായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഇനിയും ഉണ്ടാവും. അപ്പോൾ എനിക്കിനി എന്തായാലും ഞാൻ സംശയം കുത്തിപ്പോക്കും കേട്ടോ. കമന്റ് ചെയ്യാം, തീർച്ചയായിട്ടും ഒരു കമന്റ് ചെയ്യും, അല്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്തില്ലേ? കമന്റ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള സംശയങ്ങൾ ജോഗ്രഫിക്കലായിട്ട് നിങ്ങൾ പണ്ടുതൊട്ടേ നിങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നിങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടോളൂ. ഉത്തരങ്ങൾ തരാൻ നമ്മുടെ ജോഗ്രഫി കിങ് ബിബിൻ സാർ റെഡിയാണ്.
കുറച്ച് സാറിന് എങ്ങനെ തോന്നി സെഷൻ? ഈ സെഷൻ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതൊക്കെ തന്നെ പരീക്ഷകൾക്കും നിരന്തരം ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളുമാണ്. മാത്രമല്ല ഇപ്പോഴത്തെ പരീക്ഷയിൽ കൺസെപ്റ്റും കുറച്ചുകൂടെ മനസ്സിലാക്കി തന്നെ ഒരു കാണാപ്പാടത്തിനപ്പുറം കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ക്ലിയർ ആക്കുന്ന കുറെ സെഷൻസ് നമുക്ക് ഈ സബ്ജക്ട് മാത്രമല്ല മറ്റ് സബ്ജക്റ്റിലൂടെ നമ്മൾ തുടർന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ സാറിനെ വെള്ളം കുടിപ്പിക്കാനുള്ള അടുത്ത ചോദ്യങ്ങളും കൂടെ താഴെ കമന്റ് ആയിട്ട് ഇടുക. അങ്ങനെ കമന്റ് ഇട്ട് ആ കമന്റുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. സാറിനെ വിട്ട് ബുദ്ധിമുട്ടിയും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.